വയനാട്ടിൽ പ്രജീഷ് എന്ന യുവാവിനെ കടുവ കൊലപ്പെടുത്തിയ നാടാണ് വാഗേരി മൂടക്കൊല്ലി. നിലവിൽ കാട്ടാന ശല്യത്തിനൊപ്പം ഇവിടേക്കുള്ള റോഡിന്റെ ദുരവസ്ഥയും നാട്ടുകാർക്ക് ദുരിത ജീവിതമാണ് നൽകുന്നത്. പ്രജീഷിന്റെ മരണശേഷം പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അതിനൊരു ഉദാഹരണമാണ് മൂടക്കൊല്ലിയിലേക്കുള്ള പാത. മൂടക്കൊല്ലിയിൽ കടുവാക്രമണത്തിൽ പ്രജീഷ് മരിച്ചതിനു ശേഷം രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും നീണ്ട നിര തന്നെ ഇവിടേക്കെത്തി. അവർ പല വാഗ്ദാനങ്ങളും ഈ നാടിന് നൽകി. അതിലൊന്നായിരുന്നു ഈ റോഡിന്റെ നവീകരണം. ഇപ്പോഴും അത് ജലരേഖയായി തന്നെ ശേഷിക്കുകയാണ്. എനിക്ക് മീൻ കച്ചവടമാണ്. വളരെ ഇടങ്ങാറാണ് ഈ റോഡിൽ കൂടെ പോകാൻ. പാതാളക്കുഴിയാണ്. റോഡ് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടികൾക്ക് പോലും പോകാൻ പറ്റില്ല. രാത്രി കാലങ്ങളിൽ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് കാട്ടാന ശല്യം. വണ്ടികൾ പോലും ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടികൾ ഓടിയിട്ടുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ ഇരട്ടി പണിയാണ് വരുന്നത്. അപ്പോൾ ഒട്ടുമുക്കാൽ ആൾക്കാർ വണ്ടികൾ സൈഡാക്കി ഇടുകയാണ്. പറഞ്ഞു മടുത്തതിൻ്റെ നിരാശയുണ്ട് ഈ നാടിന്. പകലിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ മടിക്കുന്ന പ്രദേശമായി മൂടക്കൊല്ലി മാറുകയാണ്. അത്രമാത്രം ദുരിതമാണ് ഈ റോഡ് നൽകുന്നത്. റോഡിലെ കൂറ്റൻ കുളങ്ങൾ താണ്ടി വേണം ഇവിടേക്കെത്താൻ. റോഡെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഹോസ്പിറ്റൽ കേസിട്ട് പോലും ഒരു വാഹനം വിളിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. റോഡ് മുഴുവൻ കുഴിയാണ്. വണ്ടിയും കൊണ്ട് വന്നാലും വിഷമമാണ്. ബുദ്ധിമുട്ടുണ്ട് വഴി നന്നാക്കാത്ത കാരണം. വണ്ടിക്ക് ഭയങ്കര മെയിൻ്റനൻസ് പണി കൂടുതലാണ്. നമുക്ക് അതിൽ നടുവും നമുക്ക് പറ്റുന്നില്ല. പ്രജീഷിന്റെ മരണശേഷം ലഭിച്ച വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു മികച്ച റോഡ്. 2023 പ്രജീഷിന്റെ മരണം. കാലം ഇത്രയായി, എന്നിട്ടും ഒരു നടപടിയുമില്ല. പ്രജീഷ് മരിക്കുന്നതിന് മുമ്പ് തന്നെ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല. പറഞ്ഞു പോയതല്ലാതെ അവർ വാക്ക് പാലിച്ചിട്ടില്ല. ഇപ്പോൾ രോഗികളെ ഈ വഴിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. രാത്രിയിൽ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. ഒന്ന് ആനയെ പിടിക്കണം, രണ്ടാമത് വഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. വോട്ട് ചോദിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളെത്തും. അന്നുന്നയിക്കും നിങ്ങൾ എന്തു ചെയ്തുവെന്ന്. ഈ നാട്ടുകാർ ഇക്കാര്യം രോഷത്തോടെ പറയുന്നുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.